നമുക്ക് ഇഷ്ടംപോലെ കുറ്റവാളികൾ തെറ്റ് ചെയ്തിട്ട് നമ്മുടെ ജയിലിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ അപ്ഡേറ്റഡ് ആണ്. ഇതൊക്കെ എന്താ സർ, അത് അതിനകത്ത് ഭയങ്കര സുഖ ജീവിതമാണോ? ഞാൻ ഇന്റലിജൻസ് ADGP ആയിരുന്നപ്പോഴാണ് കണ്ടത്. കോഴിക്കോട് ഡിസ്ട്രിക്ട് ജയിലിലുണ്ടായിരുന്ന കുറേ പ്രതികൾ വാട്സപ്പിൽ അവരുടെ വലിയ വേഷങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചു കണ്ടു. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മൊബൈൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ അതെന്താണെന്ന് വെച്ചാൽ ശിക്ഷ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉറപ്പാക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് സിസ്റ്റം അതിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോഴും പലരെ പറ്റി കംപ്ലൈൻറ്റ് കാണാം. അവർ പുറത്ത് പോയിട്ട് ഡാൻസ് പരിപാടികളിൽ പങ്കെടുക്കുന്നു, വേറെ ആളുടെ ഭാര്യയെ കല്യാണം കഴിക്കുന്നു, വേറെ ആളുടെ ഭാര്യയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെയൊക്കെ സ്ഥിതികൾ വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനെയവർക്കുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം നോക്കുക. ഓപ്പൺ ജയിലിൽ പോലും എൻ്റെ ചുറ്റും കൂടി നിന്ന് കരഞ്ഞ കുറേയധികം ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കുറ്റബോധം വന്ന് അവരെ റിഫോം ചെയ്യാനാണ് നമ്മൾ ജയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രീയമായിട്ട് ശരിക്കും പറഞ്ഞാൽ ജയിൽ ഒരു കോടതിയുടെ കീഴിലുള്ള സംവിധാനമാണ്. അതിൽ അനാവശ്യമായിട്ട് ഈ ഗവൺമെൻറ് തലത്തിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ആണ് കേരളത്തിൻ്റെ എല്ലാം. നമ്മൾ രാഷ്ട്രീയക്കാർ എവിടെ നിൽക്കണമെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം വിട്ട് പലതും പോകുന്നതാണ്. എല്ലായിടത്തുമുള്ള പ്രശ്നം അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സിനിമയെ കാണുന്ന പോലെ തന്നെ ഫാക്ട് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയും. അപ്പോൾ അതിലും സ്ട്രേഞ്ചർ ആയിരിക്കും പലപ്പോഴും. ഈ രാഷ്ട്രീയ പ്രഷറൈസേഷൻ, കൂടുതൽ പൊളിറ്റിക്കൽ പ്രഷറൈസേഷൻ വന്നപ്പോൾ സർ എതിർത്തിട്ടുണ്ടോ? എനിക്ക് വളരെ കുറവേ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ. വളരെ കുറവ്. പ്രഷറായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ചോദിച്ചിട്ടുണ്ട് ചില. ഇപ്പോൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. കൊല്ലത്തെ ഒരു DYFIയുടെ നേതാവ് ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ഇഷ്യൂ ഉണ്ടായി. സബ് ഇൻസ്പെക്ടർ ആൾക്ക് 2 കൊടുത്തു. അതിൽ എന്ത് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അന്ന് അത് 87-91 പീരീഡാണ്. അന്ന് വളരെ നല്ലൊരു ഗവൺമെൻറ് ഉള്ള സമയമാണ്. അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞത് ഇതാണ്, അത് ഞാനായിരുന്നെങ്കിൽ 4 അടി കൂടുതൽ കൊടുത്താനേന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കാരണം ഒരു നിയമം നടപ്പാക്കാൻ വന്ന ഒരു യൂണിഫോം ഇട്ട ഓഫീസറുടെ കഴുത്തിന് പിടിച്ച അയാൾക്ക് അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അടി കൊടുക്കും. അത് കൊടുത്തത് പോരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി റിപ്പോർട്ടോ നടപടിയോ ഉണ്ടാകില്ല ഇതിൽ കൂടുതൽ. അവിടെ ഫുൾ സ്റ്റോപ്പായി. പിന്നെ വർത്താനം പറയണ്ടല്ലോ. അതാ സർ, ഇതേപോലെ തീവ്രവാദത്തിനെതിരെ സർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ കാലം അതിനെ പതുക്കെ പതുക്കെ തെളിയിച്ച് വന്നിട്ടുമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് സാറിന് അത് വളരെ ഇതാണ്. വാസ്തവത്തിൽ ഇപ്പൊ പറഞ്ഞ ഇനിയൊരു കേസ് ഉണ്ടാവുമെന്ന് പറയാം. ഒരുപാട് വിമർശനം ഉണ്ടായി അതിനെപ്പറ്റി. സത്യം പറഞ്ഞാൽ പലർക്കും, അതായത് കേരളത്തിലെ മാത്രമാണ് ഇത് കാണുന്നത്. നോക്കൂ, ഇപ്പോൾ ഇലക്ഷൻ ഞാനിപ്പോൾ പരസ്യമായിട്ട് പറയുന്നു, ഞാൻ BJP ചേർന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ 9 മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ പോയി. ഇവിടുത്തെ കുമ്മനം രാജേട്ടൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ. വളരെ എടുത്ത് പ്രസംഗിക്കാൻ ഇപ്പോഴും പോകുന്നുണ്ട്. അതൊക്കെ പോകും. പക്ഷേ ഞാൻ ഇതിൽ ചേർന്നിട്ടില്ല. ചേരാത്തതിന് ഒരു കാരണമുണ്ട്, അത് പറയാം. പക്ഷേ ഇതിലെ ഇഷ്യൂ എന്ന് വെച്ചാൽ നോക്കുക, UP ഉത്തർപ്രദേശിൽ കേരളത്തിലെ ജനസംഖ്യക്കാളും വളരെയധികം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. അവിടെ മുസ്ലിം പോപ്പുലേഷനുള്ള മിക്കവാറും എല്ലാ സ്ഥലത്തും ജയിച്ചിരിക്കുന്നത് BJP കാൻഡിഡേറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ് അത്? അപ്പോൾ ഈ കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനൊരു വിശേഷം വരുന്നത്? അതായത് ഇതെല്ലാം വളരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, 1 വ്യക്തികളുടെ, 2 കുറച്ച് രാഷ്ട്രീയക്കാരുടെ, അങ്ങനെ അതിനു വേണ്ടി ഒരു പ്രചരണം കുറേ അധികം നാളായിട്ട് നടത്തിയിട്ട് തെറ്റിദ്ധാരണ പരത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതിയും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വം അതാണ് വേണ്ടത്. അതാണ് നമ്മളൊരു സെക്കുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല കൊടുക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇതിന് അല്പം പോലും. പിന്നെ ഭയം. കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ജനങ്ങളിലുള്ള ഭയമാണ്. സർ, അതേപോലെ ഒരു സംശയം ചോദിച്ചിട്ട് സർ, നമ്മുടെ കേരള ജനതയ്ക്ക് ഒരു ഭയമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പോലും സോഷ്യൽ മീഡിയയിൽ ഒരു കുട്ടീനെ വെട്ടുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ അതിന് ചുറ്റും പോകുന്നുണ്ട്. ആരും അതിനെ രക്ഷിക്കാനോ റിയാക്ട് ചെയ്യാനോ പോകുന്നില്ല. ശരിക്കും ആ ഒരു ഭയം കൊണ്ടല്ലേ സർ? അല്ലെങ്കിൽ നമ്മുടെ ജനതയ്ക്ക് ആ ഒരു ക്രൈം കാണുന്നു, അല്ലെങ്കിൽ ഒരു തെറ്റ് കാണുന്നു, നമ്മൾ പോയി റിയാക്ട് ചെയ്താൽ നമുക്ക് സപ്പോർട്ട് ഇന്ന ആൾക്കാർ കാണും എന്നുള്ളൊരു എടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മുടെ ജനങ്ങൾക്ക് പറ്റുന്നില്ല. ആ ഒരു ഭയം മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം. അതൊന്ന് നമ്മൾ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം വഴി നമ്മുടെ കൾച്ചറിൽ ചേർക്കണം കുട്ടികൾ. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്നുണ്ട് സ്ത്രീകളുടെ ജെൻഡർ, നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടുന്നു എന്നൊക്കെ. അതിന് എന്താ ചെയ്യുന്ന സാധാരണ? കുറേ അധികം പെൺകുട്ടികളെ വിളിച്ചിരുത്തി കുറേ ക്ലാസ് എടുക്കും. ആക്ച്വലി പെൺകുട്ടികൾക്ക് ഒരു 40% 30% ക്ലാസ് എടുത്താൽ മതി. 70% ക്ലാസ് എടുക്കുന്നത് ആൺകുട്ടികൾക്ക്. മനസ്സിലായോ? എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന്.
ഒരു കാലഘട്ടത്തിൽ മുംബൈയിലൊന്നും ഒരു സ്ത്രീക്കും രാത്രി എപ്പോഴായാലും പോയാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് മാറിയെന്ന് തോന്നുന്നു. പക്ഷേ കാരണം അവിടെ എന്ന് വെച്ചാൽ ഒരു സ്ത്രീനെ പബ്ലിക്കായിട്ട് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട് അവനെ ശരിയാക്കി വരും. ബാക്കിയുള്ളവർ ആരും വെറുതെ നിൽക്കില്ല. അതുപോലെ നമ്മുടെ നാടും റിയാക്ട് ആവണമെങ്കിൽ അതിനൊരു കൾച്ചറൽ ചേഞ്ച് വേണം. നമ്മൾ ആ മൈൻഡ് സെറ്റ് മാറ്റണം. ഇപ്പം എല്ലാവരും ഇതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് സംഭവിക്കുന്നവരെ യാതൊരു പ്രശ്നമില്ല. അപ്പുറത്തെ വീട്ടിലാണ് കള്ളം കയറിയത്, അപ്പുറത്തെ വീട്ടിൽ അക്രമം നടക്കുന്നു, ഞാൻ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഒന്ന് ചെന്ന് നോക്കിയേ അവിടെ നിന്ന് സഹായിക്കാനായിട്ട്. സെൽഫിഷ്നെസിന്റെ മാക്സിമം സ്വാർത്ഥതയാണ് നമുക്കുള്ളത്. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം, ഒരുപാട് കാര്യം ആഹാരം വിളമ്പിയില്ല. ഐ എം സോ സോറി സർ, ബട്ട് സ്റ്റിൽ കേട്ടോണ്ടിരുന്നപ്പോ സർ ഈ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ലൈഫിന്റെ ഇടയിൽ ഭക്ഷണ കാര്യങ്ങൾ ഫാമിലി ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ കിച്ചൺ ഇതിൻ്റെ ഞാൻ ഇടയ്ക്ക് മുഴുവൻ കാണാറില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ കണ്ടുപോകാറുണ്ട്. ഒരു ഭക്ഷണം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളല്ല ഞാൻ. അല്ല അതല്ല, ഞാനും പറയും, ഞാൻ ഭക്ഷിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, ഞാൻ ജീവിക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയല്ല എന്ന്. മനസ്സിലായി സർ. പക്ഷെ എന്നാലും നമ്മുടെ ദൈവം തമ്പുരാൻ കനിഞ്ഞ് നമുക്കൊരു ഇച്ചിരി നാക്ക്, അതിന്റെ രുചി അതൊക്കെ നമുക്കറിയില്ലേ, അത് മാത്രം മതി. അല്ല അതുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ചില ഓഫീസർമാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരോട് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഹൈദരാബാദിൽ പോകുമെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ അവർ പറയും ഹൈദരാബാദിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഹോട്ടലുണ്ട്, ഇന്ന സാധനങ്ങൾ കിട്ടും. ഡൽഹിയിൽ പോകണമെങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്ന ഓഫീസർമാർ കേരളത്തിലുണ്ടായിരുന്നു. സർ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, എന്താന്നോ സർ ഇപ്പം എല്ലാം നിയമത്തിനിടെ ഇങ്ങനെ എതിരെ അതിനായിട്ടാണ് സർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒഫീഷ്യൽ ലൈഫിൽ. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും. കാര്യം സാർ എല്ലാം അംഗീകരിച്ചു കൊടുക്കത്തില്ല എല്ലാവരുടെ കാര്യത്തിലും. ഇപ്പൊ ഈ റിട്ടയർമെന്റ് ലൈഫിലെ ചെറിയ പേടി എന്തെങ്കിലും ഉണ്ടോ? എന്റെ സർവീസിലിരുന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി പേടിയുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അല്പം പോലും പേടിയില്ല. എന്നാ ഞാൻ നേരെ തിരിച്ചാ നോക്കി. എന്നാ സർവീസിലിരിക്കുമ്പോൾ നമുക്കൊരു പവർ ഉണ്ട്, മറ്റാകുമ്പോൾ നമുക്ക് പവർ അത്രയില്ല. അപ്പൊ എത്രയായാലും അപ്പോഴല്ലേ പേടിക്കേണ്ടതെന്ന് വിചാരിച്ചു. ഇപ്പൊ നേരെ തിരിച്ചാ സാറ് പറയുന്നത് സർവീസിലിരുന്നപ്പോൾ. ആക്ച്വലി ഞാൻ മാത്രമല്ല, ഇപ്പോഴാകുമ്പോൾ സർവീസിലായിരിക്കുമ്പോൾ എനിക്ക് പല കാര്യങ്ങളും പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ പല മുഖ്യമന്ത്രിമാരുടെ അടുത്തും ഞാൻ ഓപ്പണായിട്ട് പലതും പറഞ്ഞിരുന്നത്, പക്ഷേ പത്രത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ വളരെ സ്വതന്ത്രനായിട്ടൊരാളാണ്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കാരണം എന്നെ നിയമത്തിൻ്റെ ഉള്ളിലുള്ളതല്ലാതെ ഒന്നും എന്നെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് BJPയിൽ ചേരാനായിട്ട് ഞാൻ പറഞ്ഞവരുടെ അടുത്ത്. എന്തുകൊണ്ട് ചേരുന്നില്ല? നിങ്ങളുടെ പ്രസിഡൻറ്റോ നിങ്ങളുടെ മറ്റാൾക്കാരോ ചെയ്യുന്ന തെറ്റുകൾ എന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് അത് കയറിയാൽ പറ്റില്ല. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്നത് ഫൂളറിയാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന് ആസ് ആൻ ഔട്ട്സൈഡർ സ്റ്റാൻഡിങ് വിത്ത് യു പറയാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ സർ ഒരു കാര്യവും കൂടി, എന്താ അറിയോ, സാറിൻ്റെ ഇത്രയും നല്ല ലൈഫ് എക്സ്പീരിയൻസ്, അതായത് ഒഫീഷ്യൽ വൈസ് പേഴ്സണൽ വൈസ് എല്ലാം, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു നല്ലൊരു അഡ്വൈസ് ആയിട്ട് സാറിന് എന്താ കൊടുക്കാൻ പറ്റും? ഞാൻ ഇന്ന് കുട്ടികളോടും പറയാൻ പോകുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്. അത് ഇംഗ്ലീഷിൽ പറയാം. വെൻ യു റിയലി വാണ്ട് ടു സേ നോ, നെവർ സേ യെസ്. വെൻ യു വാണ്ട് ടു സേ നോ, യു ഹാവ് ടു സേ നോ. നിങ്ങൾക്ക് ഒരു കാര്യം വേണ്ട, പറ്റില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനം മനസ്സിലെങ്കിൽ അത് വേണം, ചെയ്യാം എന്ന് ഒരിക്കലും സമ്മതിക്കരുത്. നെവർ സേ യെസ് വെൻ യു ആക്ച്വലി വാണ്ട് ടു സേ നോ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ സർ, സാറിൻ്റെ വിലപിടിപ്പുള്ള സമയത്ത് ഇവിടെ വന്ന് ഞങ്ങളോടൊത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതും ഈ ഒരു വലിയൊരു അഡ്വൈസ് പറഞ്ഞതിലും ഐ എം സോ താങ്ക്ഫുൾ ടു യു. താങ്ക് യു വെരി മച്ച് സർ. Thank you for the food also. And for the opportunity to express my views. Thank you sir. Thank you very much.